وعلى آله وصحبه أجمعين أما بعد. ആദരണീയനായ യോഗാധ്യക്ഷൻ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നല്ല നിലയിൽ അവതരിപ്പിക്കാൻ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്ലിം സമുദായം നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം മുസ്ലിം സമുദായം പീഡനങ്ങൾക്കും താഠനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എന്തിനേറെ പറയണം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളായ മുസ്ലിമീങ്ങൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ജസ്റ്റിസ് രജിന്ദർ സച്ചാറിന്റെ അധ്യക്ഷതയിലുള്ള സച്ചാർ സമിതി മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരികവും സാമ്പത്തികവുമായ അധോഗതികളെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ അത് കേവലം ജലരേഖയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. All are equals, some are more equals എന്ന ആപ്തവാക്യത്തിന് പ്രസക്തി വരുന്നത് ഇവിടെ. ഇത്രമാത്രം അവഹേളനങ്ങളും അടിച്ചമർത്തലുകളും മുസ്ലിം സമുദായം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു ഭരണകൂടം തന്റെ പൗരന് വകവെച്ച് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അവകാശം ആ ഭരണകൂടത്തിന് മുമ്പിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശമാണെങ്കിൽ, വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യ രാഷ്ട്രം, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നും ഹിന്ദുക്കളല്ലാത്തവർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം എന്ന തരത്തിലുള്ള ആക്രോശങ്ങളും മട്ടഹാസങ്ങളും അങ്ങിങ്ങായി അലയടിച്ചു കൊണ്ടിരിക്കുമ്പോ അത്തരക്കാർ അവരുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഇസ്ലാമിനെയും മുസ്ലിമിനെയും ലോകത്തിന് മുമ്പിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും സിംബലുകളായി ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ഒരു വസ്തുത മനസ്സിലാക്കണം. നമുക്ക് ലോകത്തിനോട് പറയാനുള്ളത്, ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാം ഒരിക്കലും വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. ഇസ്ലാം ഒരിക്കലും അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന മതമല്ല. ഇസ്ലാം സംവദിക്കുന്നത് ബോധത്തോടാണ്, വികാരത്തോടല്ല. വികാരത്തിന്മേൽ വിചാരം വിജയം നേടുമ്പോഴാണ് വിശ്വാസിയാകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം എന്ന മതനാമം അതിലേക്ക് വ്യക്തമായ സൂചന തരുന്നുണ്ട്. അൽ ഇസ്ലാമു മിനസ് സലാമത്തി. ഇസ്ലാം എന്ന മതനാമം ഉണ്ടായത് സലാമത്ത് എന്ന ക്രിയാധാതുവിൽ നിന്നാണ്. സലാമത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ രക്ഷയുണ്ടാക്കൽ എന്നാണ്. ലോകത്തെ രക്ഷയും സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ മതമാണ് ഇസ്ലാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുത്തെ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തർഹമു. കരുണയുള്ളവരാകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടിട്ട് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളൊക്കെ കരുണയുള്ളവരാണല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളോട്, കൂട്ടുകുടുംബാദികളോട്, ഭാര്യ സന്താനങ്ങളോട്, കൂട്ടുകാരോട് കരുണ കാണിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരുണയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ. മൊത്തത്തിൽ കരുണ വേണം. അതിൽ ജാതി പ്രശ്നമാകാൻ പാടില്ല, വർഗം പ്രശ്നമാകാൻ പാടില്ല, വർണ്ണം പ്രശ്നമാകാൻ പാടില്ല. ജാതി മത വർഗ വർണ്ണ വീക്ഷണ വൈജാത്യങ്ങൾക്ക് അതീതമായി എല്ലാവരോടും കരുണ വേണം
എന്ന പാഠമാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള പ്രവാചക അധ്യാപനങ്ങളെ പിൻപറ്റുന്ന, ആ പ്രവാചക അധ്യാപനങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു അനുയായിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല. നാം ഒരു വസ്തുത മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അറുകൊല ചെയ്ത നാഥൂറാം വിനായക് ഗോഡ്സെ മുസ്ലിമായിരുന്നില്ല. ഒരു കുപ്പി കള്ളിനും ഒരു വേശ്യാപ്പെണ്ണിനും വേണ്ടി ഇന്ത്യ രാജ്യത്തെ പിറന്നു വീണ നാടിനെ ഒറ്റപ്പെടുത്ത കുംബർ നാരായണൻ മുസ്ലിമായിരുന്നില്ല. രാജീവ് ഗാന്ധിയെ വധിച്ചവരും മുസ്ലിമീങ്ങളായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരും മുസ്ലിമീങ്ങളായിരുന്നില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പോ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലോ മുസ്ലിമീങ്ങൾ യാതൊരു തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയവരായിരുന്നില്ല. മറിച്ച് ആരായിരുന്നു മുസ്ലിമീങ്ങൾ? രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അരുൾ ചെയ്ത പ്രവാചക വചനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വൈദേശികാധിപത്യങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയവരായിരുന്നു മുസ്ലിമീങ്ങൾ. കേട്ടിട്ടില്ലേ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച്? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ജോർജൻ ജാമന്റെ കുഞ്ചുരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് മിസ്റ്റർ ജോർജ്, 3 നാഴിക പോലും നടക്കാൻ കഴിയാത്ത ഞാൻ 3000 നാഴിക താടി ഇവിടെ വന്നത് വെള്ളക്കാരാ നിന്റെ മുഞ്ചു കണ്ടതിൽ സായുജ്യമടയാനില്ല. മറിച്ച് ഞാൻ ആവശ്യപ്പെടുന്നത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരിക, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ ഭൂമിയിൽ 6 അടി മണ്ണ് തരിക എന്ന് ഗർജിച്ച് അവസാനം രക്തം ഛർദ്ദിച്ച് മരണപ്പെട്ട വന്യവയോധകനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന വീരപുരുഷൻ മുസ്ലിമായിരുന്നു. ഇതാണ് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെടാനുള്ള പാരമ്പര്യം. ഇങ്ങനെയുള്ളവരായിരുന്നു മുസ്ലിമീങ്ങൾ. ഇത്രമാത്രം പാരമ്പര്യവും ചരിത്രവും വർത്തമാനവും അവകാശപ്പെടാനുള്ളവരാണ് മുസ്ലിമീങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് ഇന്ന് മുസ്ലിം സമുദായം ഇത്രമാത്രം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു? ഇത്രമാത്രം പീഡനങ്ങൾ എന്തുകൊണ്ട് അവർ ഏറ്റുവാങ്ങുന്നു? നാം ചിന്തിക്കേണ്ട വിഷയമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ അതിന് ആ വിഷയം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിടയിലുള്ള ഐക്യം നഷ്ടപ്പെട്ടപ്പോ റോഡുകളിൽ, കവലകളിൽ പരസ്പരം വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് സമുദായത്തിന്റെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കിയപ്പോ അതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഇന്ന് സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത്തിഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണം. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഭിന്നിപ്പിന്റെ പാത സ്വീകരിക്കരുത്. അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ ഫതഫ്ശലു, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകും, നിങ്ങൾ ഭീരുക്കളായി മാറും. അത് മുഖേന വതദ്ഹബ റിഹും, നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടും. നിങ്ങൾക്ക് അംഗബലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആയുധബലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കാറ്റുപോയ ബലൂൺ പോലെയാകും, ഒന്നിനും കൊള്ളാത്തവരായി മാറുമെന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ആയത്തിനുള്ള ജീവിക്കുന്ന തെളിവാണ് ഇക്കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേവലം 37% മാത്രം ജനപിന്തുണയോടുകൂടി ഒരു ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് നിലവിൽ വന്നെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുസ്ലിമീങ്ങൾ തന്നെയാണ്. അതിൽ തർക്കമേ ഇല്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അവരുടെ മതസംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര രാഷ്ട്രീയ പാർട്ടികൾ നിലവിലുണ്ട്. കേവലം നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പിരിഞ്ഞ് അവസാനം പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് ഇന്ന് എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിലവിലുണ്ട്. നാം ചിന്തിക്കണം. ഏതാണ്ട് 10ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുണ്ട്. എന്നാൽ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമൂഹം, അതുപോലെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമുദായം, അവരെ പ്രതിനിധീകരിച്ച് അവരുടെ മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കുള്ള കുഴി നാം തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും ഇത് മുഖേനയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട്
അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തന്ന ഖുർആൻ അതിനുള്ള പരിഹാരവും പറഞ്ഞു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. സമകാലിക സമസ്യകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പൂരണം, ഇന്ന് വിശുദ്ധ ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ നാശമാണ്, നിങ്ങൾ നാശത്തിലേക്കാണ് ആപതിക്കുന്നത് എന്ന വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ ഖുർആനിക അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയാൽ നാം അതുകൊണ്ട് സ്വന്തം ഉത്ബുദ്ധരാകുകയും സമൂഹത്തെ ഉത്ബുദ്ധരാക്കി വരാൻ പോകുന്ന വലിയ നാശത്തിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കൽ നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനു വേണ്ടി പ്രവർത്തിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.